ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോ നമ്മളൊരു പള്ളിപ്പെരുന്നാൾ കൂടാൻ വേണ്ടി പോകുന്നതാണ്. ചേച്ചിയുടെ ഫാമിലിയാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. അതുമാത്രമല്ല, പോകുന്ന വഴിക്ക് ലൊക്കേഷനിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അത് കാരണം വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ വേറെ വഴിയിലൂടെ കറങ്ങി മൂക്കി കുടിക്കുന്ന പോലെയാണ് ഞങ്ങൾ അവസാനം വീട്ടിലെത്തിയത്. അപ്പോൾ ഞങ്ങൾ കരുതി എന്തായാലും അമ്പൊക്കെ പോയി കഴിഞ്ഞ് കാണുമെന്നാണ്. പക്ഷേ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുമാത്രമല്ല, റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ബാക്കിയുള്ള വീടുകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നൊക്കെ അമ്പ് വീട്ടിൽ കയറുന്നതിൻ്റെയും കൊട്ടും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതും പിള്ളേരെല്ലാം ഹാപ്പിയായി. ചേച്ചിയുടെ കസിൻസും ചേച്ചിയുടെ മക്കളും എല്ലാ പിള്ളേരും ഒരുമിച്ച് ചേർന്ന് പടക്കം പൊട്ടിക്കലും കളിയും ചിരിയും ബഹളമൊക്കെ തുടങ്ങിയായിരുന്നു. നല്ല രസമായിരുന്നു എല്ലാവരുടെയും കളിയും ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്ലാറ്റിൽ ചേച്ചിയുടെ വീട്ടിൽ അമ്പ പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു വൈബേ ആയിരുന്നില്ല. ഇവിടെ നല്ല രസമായിരുന്നു. വീട്ടിൽ പടക്കം പൊട്ടിക്കലും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആഘോഷത്തിന് വീട്ടിൽ ക്ഷണിച്ചിട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഷാസിക്കായും ഹൈസയും ആയിട്ടും ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഫുൾ വീട് എല്ലാം ഫെയറി ലൈറ്റ്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഭയങ്കര നല്ല രീതിയിലാണ് അവർ സെലിബ്രേറ്റ് ചെയ്തത്. ഞാൻ വിചാരിച്ചു ഹൈസയ്ക്ക് അങ്ങനെ പരിചയമുള്ളൊരു കാര്യമല്ല ഈ പൂത്തിരി കത്തിക്കലും ഒക്കെ, കുറച്ച് പേടി കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തായാലും ഹേസിലും എല്ലാവരും ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു. തന്നെ കമ്പിത്തിരിയൊക്കെ എടുത്ത് കത്തിക്കലും ചെയ്യലും ഒക്കെ ആയിരുന്നു. അങ്ങനെ അമ്പ് വരുന്നതിന് മുന്നായിട്ടുള്ള സമയത്ത് കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് പിള്ളേരും വലിയവരും ഒക്കെ എൻഗേജ്ഡ് ആയിട്ടിരുന്നു. അമ്പിൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയതും പിള്ളേരുടെ എല്ലാം പയ്യെ വൈൻഡപ്പ് ചെയ്തു. എളിമയിലും അനുസരണത്തില് അങ്ങ് ഈശോയെ വളർത്തിയതുപോലെ ഞങ്ങളെയും വളർത്തണമേ കർത്താവേ. അങ്ങിദാസനായ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വിശ്വാസം സംരക്ഷിച്ച്
മാറി മടക്കുന്നില്ല. അങ്ങനെ അമ്പെല്ലാം വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പോകുന്ന സമയത്ത് തന്നെ അമ്മച്ചിയും അപ്പച്ചനും അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡിനുണ്ടായിരുന്നത് ചോറ്, മാങ്ങാക്കറി, മീൻകറി, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, കാളൻ, പയറും കായയും ഉപ്പേരി, അച്ചാറ്, സലാഡ് ഇതൊക്കെയായിരുന്നു. എല്ലാം കൂട്ടി നല്ലോണം കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പള്ളിയിലോട്ട് പോയി. പള്ളിയിലെ അവസാനത്തെ കലാശക്കൊട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാൻഡ് സെറ്റ് കഴിഞ്ഞതും പോകുന്ന വഴിക്കുള്ള കടയിൽ കയറി പിള്ളേർക്ക് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിച്ചു. അവരെ കരച്ചിൽ കാരണം. അങ്ങനെ പള്ളിയിലെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് ചേച്ചിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് എല്ലാവരോടും ബായ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. നല്ലൊരു ദിവസമായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻസിലൂടെ അറിയിക്കൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബായ്.